1954 ഒരു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അന്ന് ജപ്പാനിലെ ടോക്കിയോ വിമാനത്താവളത്തിൽ നല്ല തിരക്കായിരുന്നു. ആ വിമാനത്താവളത്തിലേക്ക് ഒരു വിമാനം പറന്നു വരുന്നു. ആ വിമാനം വരുന്ന വഴിയിൽ നല്ല ഇടിയും മിന്നലും മഴയും ഉണ്ടായിരുന്നു. ഈ ഇടിക്കും മിന്നലിനും ഇടയിലൂടെ വിമാനം കടന്നു വരുമ്പോൾ വിമാനത്തിലുള്ള സംഭവം നടക്കുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ രീതിയിൽ ഒരാൾ ഒരു തൊപ്പിയും കണ്ണാടിയും വെച്ച് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ രീതിയിൽ ഡ്രസ്സും ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെല്ലാം അദ്ദേഹത്തെ തന്നെ നോക്കുന്നു. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഇദ്ദേഹം അടുത്തിരുന്നതായി ഒരു ഓർമ്മയും തന്നെയില്ല. വിമാനത്തിൻ്റെ പാതി യാത്രയിലാണ് എല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത്. വിമാനം ജപ്പാനിലെ ടോക്കിയോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. സാധാരണ പോലെ തന്നെ എല്ലാവരും വിമാനത്തിൽ നിന്നിറങ്ങി. ഇമിഗ്രേഷൻ പ്രോസസ്സിനായി എല്ലാവരും ക്യൂവിൽ വന്ന് നിന്നു. ഇദ്ദേഹവും ആ ക്യൂവിൽ വന്ന് നിന്ന ശേഷം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന പാസ്പോർട്ട് പുറത്തെടുത്തു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പാസ്പോർട്ടിന് പിങ്ക് കളറായിരുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ ഗ്രീൻ, ബ്ലൂ, റെഡ് കളറിലുള്ള പാസ്പോർട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ പിങ്ക് പാസ്പോർട്ട് എല്ലാവരും ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസരമെത്തി. അദ്ദേഹം തൻ്റെ പാസ്പോർട്ട് ഓഫീസർക്ക് കൊടുത്തു. ഓഫീസർ സീൽ ചെയ്യുന്നതിന് മുമ്പായി ആ പാസ്പോർട്ടിലെ ഡേറ്റാസ് ഒന്ന് നോക്കി. അതിൽ റിപ്പബ്ലിക് ഓഫ് ടൊറഡ് എന്നാണ് കൊടുത്തിരുന്നത്. ഇത് കണ്ട ഓഫീസർ പേജുകൾ മറിച്ചു നോക്കി. ജപ്പാനിൽ 2 വട്ടം വന്നതിൻ്റെയും മറ്റ് രാജ്യങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ചതിൻ്റെയും സീലുകൾ അതിലുണ്ടായിരുന്നു. ഓഫീസർ തൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു, ടൊറഡ് എന്നൊരു രാജ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? 1954 ഇൻ്റർനെറ്റൊന്നുമില്ലാത്ത കാലഘട്ടമായിരുന്നു. അതുമാത്രമല്ല 1954 പുതിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങി വരുന്ന കാലഘട്ടമായിരുന്നു. ടൊറഡ് എന്നൊരു രാജ്യം പുതുതായി വന്നോ എന്ന് ചോദിച്ചു. ആ ഓഫീസറിൻ്റെ അറിവിലും അവിടെയുള്ള ഡേറ്റകളിലും അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷനിലുള്ള ഓഫീസർ വന്ന് തൊട്ടടുത്ത് നിന്ന പോലീസുകാരനോട് കാര്യം പറഞ്ഞു. പോലീസുകാരൻ അദ്ദേഹത്തെ ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ എത്ര തവണ ജപ്പാനിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് എന്നെ ഇപ്പോൾ മാത്രം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്? പോലീസുകാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാർ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്ന് കാണിക്കാമോ? ഇദ്ദേഹം എന്ത് ഡോക്യുമെൻ്റാണ് വേണ്ടതെന്ന് ചോദിച്ച് കുറച്ച് ദേഷ്യത്തോടെ ലൈസൻസും ID കാർഡും മറ്റും എടുത്തു കൊടുത്തു. എല്ലാത്തിനും തന്നെ വ്യക്തമായി റിപ്പബ്ലിക് ഓഫ് ടൊറഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിലെല്ലാത്തിലും ടൊറഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, പക്ഷേ ഞങ്ങൾ അങ്ങനെ രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ആയിരക്കണക്കിന് വർഷമായി ഞങ്ങളുടെ നാട് ഇവിടെയുണ്ട്, നിങ്ങൾക്കിത് അറിയില്ലേ? ഓഫീസേഴ്സ് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജപ്പാനിൽ വന്നത്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നെല്ലാം കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് കാണിച്ചു. നിങ്ങൾക്കെന്താ സംശയം? ഇനി ഞാൻ മാപ്പിൽ കൂടി കാണിച്ചു തരണോ എന്ന്. അങ്ങനെ പോലീസുകാർ മാപ്പ് എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിലെവിടെയാണ് ടൊറഡ് എന്ന്. അദ്ദേഹം കൃത്യമായി കൈവയ്ക്കാൻ വന്നപ്പോൾ അവിടെ ഫ്രാൻസ് എന്ന് എഴുതിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസ് എന്ന് എഴുതിയിരിക്കുന്നു, ഇത് പക്ഷേ ഫ്രാൻസ് അല്ല, ഞങ്ങളുടെ നാടായ ടൊറഡാണ്. വർഷങ്ങളായി ഞങ്ങളുടെ നാട് ഇവിടെ തന്നെയാണുള്ളത്. അദ്ദേഹത്തിനോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലീസുകാർ പുറത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്തത്. അദ്ദേഹം കള്ളമാണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നും തന്നെ ഒരു കള്ളം പറയുന്ന ആളുടേത് പോലെ ആയിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഓഫീസേഴ്സ് അകത്ത് വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ നാട്ടിലേക്ക് വിടാൻ പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങളെ ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ ഹയർ ഓഫീസേഴ്സിനോട് സംസാരിക്കണം. നാളെ ഞങ്ങളുടെ ഹയർ ഓഫീസേഴ്സ് വരും, അതിനുശേഷം നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനായി. ഈ വർഷം ഇതിനു മുമ്പ് 2 തവണ ഞാൻ ജപ്പാനിൽ വന്നിട്ടുണ്ട്, അപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കേട്ട ശേഷം പോലീസുകാർ അദ്ദേഹത്തെ ആ എയർപോർട്ടിലെ ഒരു വലിയ ഹോട്ടലിലെ ഒരു സ്യൂട്ട് റൂം കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടെ താമസിച്ചോ, നാളെ ഞങ്ങളുടെ ഹയർ ഓഫീസേഴ്സ് നിങ്ങളോട് സംസാരിക്കുമെന്ന്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എംബസി ഓഫ് ടൊറഡുമായി സംസാരിക്കണം. പോലീസുകാർ പറഞ്ഞു, ടൊറഡ് എന്നൊരു രാജ്യത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ എംബസിയുമായി സംസാരിക്കാമെങ്കിൽ പറഞ്ഞാലും മതി, ഞങ്ങൾ അവരുമായി കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം സ്പെയിൻ എംബസിയുമായി സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, സ്പെയിൻ എംബസിയുമായി ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ശേഷം നാളെ അവർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എത്തും. ഇത്രയും പറഞ്ഞ് ആ റൂമിൽ അദ്ദേഹത്തെ ആക്കി പോലീസുകാർ പുറത്തു വന്ന് എന്നിട്ട് വെളിയിൽ 2 ജപ്പാൻ പോലീസുകാരെ നിർത്തി അറിയാതെ പോലും അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെടരുത് എന്ന് കരുതി ചുറ്റും ലോക്ക് ചെയ്തു. ഓഫീസേഴ്സ് സ്പെയിൻ എംബസിയുമായി കോൺടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തിന് അടുത്തുള്ള ഒരു രാജ്യത്തിൽ നിന്നും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അദ്ദേഹം കള്ളമാണോ പറയുന്നത് അതേ കാര്യമായിട്ടാണോ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ നാളെ വന്ന് അദ്ദേഹവുമായി സംസാരിച്ച് നോക്ക്.
പിറ്റേന്ന് സ്പെയിൻ എംബസിയിൽ നിന്ന് ഓഫീസേഴ്സ് വന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ആ ഡോർ തുറന്നു. ഡോർ തുറന്നപ്പോഴാണ് സംഭവിച്ചത്. ആ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശൂന്യമായ ഒരു മുറിയായിരുന്നു അത്. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ഇതിൽ സത്യമായും ഒരാളുണ്ടായിരുന്നു. മാൻ ഫ്രം ടൊറഡ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഞങ്ങൾക്ക് തന്ന ഡോക്യുമെൻ്റ് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പോലീസുകാർ ആ ഡോക്യുമെൻ്റ് എടുക്കാൻ പോയപ്പോൾ അവിടെ ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പുറത്തറിഞ്ഞാൽ ജപ്പാനിലെ ജനത ഭയപ്പെടുമെന്ന് കരുതി ഈ കേസ് ക്ലോസ് ചെയ്താണ് ഉണ്ടായത്. ഈ കഥ പല വർഷങ്ങളായി ജപ്പാനിൽ ഉണ്ട്. ഈ സംഭവം കഴിഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ബുക്ക് ഇറങ്ങി. ആ ബുക്കിലാണ് ആദ്യമായി ഈ കേസ് വന്നത്. അതിനുശേഷം പല ബുക്കുകളും ഈ ബുക്കിനെ ആസ്പദമാക്കി വന്നിരുന്നു. ഇതിന് ശാസ്ത്രജ്ഞർ നൽകുന്ന വിശദീകരണം എന്തെന്നാൽ ഇത് പാരലൽ യൂണിവേഴ്സ് ആണ് എന്നാണ്. ഒരു വിഭാഗം പറയുന്നത് ഇത് പാരലൽ യൂണിവേഴ്സ് ആണെന്നും മറ്റൊരു വിഭാഗം പറയുന്നത് ഇതൊരു കെട്ടുകഥയാണെന്നാണ്.